ഹലോ, എല്ലാവർക്കും പഞ്ചതന്ത്ര സീരീസിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് അവർ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും പഞ്ചതന്ത്ര കഥകളേക്കാൾ മികച്ച ഒരു കഥാപുസ്തകം കൊടുക്കാൻ എളുപ്പമല്ല. കുട്ടികളെ പോലെ വലിയവരും ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തീർച്ചയാണ്. കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് രസകരങ്ങളും ഹൃദയവർജകങ്ങളുമായ കഥകളുടെ ഒരു കനത്ത സമാഹാരമാണ് പഞ്ചതന്ത്രമെങ്കിൽ, ചിന്താശീലരായ വായനക്കാർക്ക് ധർമ്മതത്വങ്ങളുടെയും നീതിസാരങ്ങളുടെയും കലവറയായി ഇത് അനുഭവപ്പെടുന്നു. സംസ്കൃത ഭാഷയിലുണ്ടായ ഈ ഗ്രന്ഥം BC 6 ശതകത്തിൽ ഒരു പേർഷ്യൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം പഹ്ലവിയിലേക്ക് വിവർത്തനം ചെയ്തു. അതിനുശേഷം 50-ലധികം ലോകഭാഷകളിലായി 200-ൽ പരം വിവർത്തനങ്ങൾ ഈ പഞ്ചതന്ത്രത്തിനുണ്ടായിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഊഹിച്ചൂടെ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ കഥകൾക്കെന്ന്. നമുക്കറിയുന്നത് മൃഗങ്ങളുടെയും കാടിന്റെയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള കഥകളായിട്ടാണ് പഞ്ചതന്ത്രം അറിയുന്നത്, അല്ലെ? പക്ഷെ ശരിക്കും അത് അത്രയും ലളിതമല്ല. 5 തന്ത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. മിത്രഭേദം, മിത്രസംപ്രാപ്തി, കാകോലുകീയം, ലബ്ധപ്രണാശം, അപരീക്ഷിത കാരകം, ഇങ്ങനെ 5 തന്ത്രങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. ഈ 5 തന്ത്രങ്ങളും ഒരു മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ ജ്ഞാനവും പകർന്നു തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ മൃഗങ്ങളുടെ കഥകളായിട്ടല്ല നിങ്ങൾക്ക് മുന്നിൽ പഞ്ചതന്ത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ 5 തന്ത്രങ്ങൾ അതേപടി, അതായത് ഓരോ തന്ത്രവും അതിനുള്ളിൽ കുറെ കഥകളും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തുക. ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ ജ്ഞാനവും ഈ 5 തന്ത്രങ്ങളിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പഞ്ചതന്ത്രത്തിനുള്ളിലോട്ട് പോകുന്നതിന് മുൻപ് ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ ഒരു കഥയുണ്ട്. വിഷ്ണു ശർമ്മ എന്നൊരു ബ്രാഹ്മണൻ ലോകത്തിലെ എല്ലാ ശാസ്ത്രസാരങ്ങളും ശേഖരിച്ചെടുത്ത് മനോഹരമാവണ്ണം 5 ഗ്രന്ഥങ്ങളിൽ അടുക്കി ഒതുക്കി വെച്ചതാണ് പഞ്ചതന്ത്രം. ദക്ഷിണാപഥത്തിൽ മഹിളാരോപ്യം എന്നൊരു പട്ടണമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു അമരശക്തി. അദ്ദേഹം എല്ലാ കലകളും പഠിച്ചറിഞ്ഞവനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ 3 പുത്രന്മാർ വസുശക്തിയും ഉഗ്രശക്തിയും അനേകശക്തിയും ബുദ്ധിഹീനന്മാരായിരുന്നു എന്ന് പറഞ്ഞാലും പോരാ, ദുർബുദ്ധികളുമായിരുന്നു. അമരശക്തി മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു, എന്റെ 3 പുത്രന്മാർക്ക് പഠിപ്പിൽ താല്പര്യമില്ല, യാതൊരു തരത്തിലുള്ള കഴിവും അവർക്കില്ല. വിഡ്ഢികളായ ഈ പുത്രന്മാർ ജീവിതകാലം മുഴുവൻ ദുഃഖിപ്പിക്കും. വിഡ്ഢിയും അനുസരണകെട്ടവരുമായ ഇങ്ങനെ മക്കൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? അതിനാൽ എന്റെ പുത്രന്മാരുടെ ബുദ്ധി ഉണർത്താൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. സുമതി എന്ന മന്ത്രി പറഞ്ഞു, രാജാവേ, വിഷ്ണു ശർമ്മ എന്നൊരു ബ്രാഹ്മണനുണ്ട് ഇവിടെ. എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച ആളെന്ന് കേൾവിപ്പെട്ടവനാണ്. കുമാരന്മാരെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. ഉടൻ രാജാവ് വിഷ്ണു ശർമ്മയെ ആളയച്ചു വരുത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഈ കുമാരന്മാരെ ശാസ്ത്രസാരം പഠിപ്പിച്ച് യോഗ്യന്മാരാക്കി തീർക്കണം. പകരം ഞാൻ അങ്ങേക്ക് ധാരാളം ഭൂമി കരമൊഴിവായി തന്നുകൊള്ളാം. രാജാവേ, കുറച്ച് ഭൂമിക്ക് വേണ്ടി വിദ്യയെ വിൽക്കുന്നവനല്ല ഞാൻ. എന്നാലും ഞാനിത് ഏറ്റെടുക്കുന്നു. 6 മാസത്തിനുള്ളിൽ അങ്ങയുടെ പുത്രന്മാർക്ക് നീതിശാസ്ത്രം വശത്തായില്ലെന്ന് വരികിൽ എന്റെ പേർ വിഷ്ണു ശർമ്മ എന്നല്ല. ബ്രാഹ്മണന്റെ പ്രതിജ്ഞ കേട്ട് രാജാവിനും മന്ത്രിമാർക്കും അത്ഭുതവും സന്തോഷവും തോന്നി. വിഷ്ണു ശർമ്മ അവരെയും കൂട്ടി സ്വഗൃഹത്തിലെത്തി. എല്ലാ ധർമ്മശാസ്ത്രങ്ങളും നീതിശാസ്ത്രങ്ങളും ആറ്റിക്കുറുക്കി അരിച്ചെടുത്ത് മിത്രഭേദമെന്നും മിത്രസംപ്രാപ്തിയെന്നും കാകോലുകീയമെന്നും ലബ്ധപ്രണാശമെന്നും അപരീക്ഷിത കാരകമെന്നും 5 ഗ്രന്ഥങ്ങൾ, തന്ത്രങ്ങൾ രചിച്ച് അവരെ പഠിപ്പിച്ചു. അവരതൊക്കെ പഠിച്ച് 6 മാസത്തിനകം വളരെ അറിവുള്ളവരായി തീരുകയും ചെയ്തു. അന്ന് മുതൽക്കാണ് പഞ്ചതന്ത്രം എന്ന നീതിശാസ്ത്രം കുട്ടികളുടെ അറിവിനായി ലോകത്തിൽ പ്രചാരം നേടിയത്. ഇനി പഞ്ചതന്ത്രത്തിലെ 5 തന്ത്രങ്ങളും ഓരോന്നായി നമുക്ക് നോക്കാം. അതിനായി അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കും. താങ്ക് യു.